പ്യൂർട്ടോ ഗർഭസ്ഥ ശിശുവിനെ മനുഷ്യനായി അംഗീകരിക്കുന്ന ചരിത്രപ്രധാനമായ നിയമ ഭേദഗതിയിൽ ഗവർണർ ജെന്നിഫർ ഗോൺസാലസ് ഒപ്പുവെച്ചു. 2026 ഫെബ്രുവരി 12-നാണ് ഈ നിയമപരിഷ്കാരം പ്രാബല്യത്തിൽ വന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണക്കാരിയുമായ ഗവർണർ ജെന്നിഫർ ഗോൺസാലസ് സിവിൽ ക്രിമിനൽ നിയമങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഒഴിവാക്കുവാനാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് വ്യക്തമാക്കി. ഗർഭാവസ്ഥയുടെ ഏത് ഘട്ടത്തിലുമുള്ള ശിശുവിനെ ഒരു വ്യക്തിയായി നിയമമിനി പരിഗണിക്കും. ഗർഭസ്ഥ ശിശുവിന് സ്വത്തവകാശം, ഇൻഷുറൻസ് സംരക്ഷണം തുടങ്ങിയ സിവിൽ അവകാശങ്ങൾ ഉറപ്പാക്കാൻ ഈ നിയമം സഹായിക്കും. ഗർഭിണിയായ സ്ത്രീയെ ആക്രമിക്കുകയും അത് ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്താൽ അതിനെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകമായി കണക്കാക്കും. 2021 ഏപ്രിലിൽ കൊല്ലപ്പെട്ട കേഷ്ല റോഡ്രിഗസ് എന്ന ഗർഭിണിയുടെ സ്മരണാർത്ഥമാണ് ഈ നിയമം അറിയപ്പെടുന്നത്. കേഷ്ലയുടെ കൊലപാതകത്തിൽ പ്രതിയായ മുൻ ബോക്സർ ഫെലിക്സ് വെർഡോജോയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിരുന്നു. ഗർഭിണികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും ഗർഭസ്ഥ ശിശുവിന്റെ ജീവന് നിയമപരിരക്ഷ നൽകുന്നതിനും ഈ ഭേദഗതി ശക്തമായ അടിത്തറയാകും. പ്യൂർട്ടോറിക്കോയുടെ പീനൽ കോഡിലെ സെനറ്റ് ബിൽ 923 വരുത്തിയ ഈ മാറ്റത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. അനുകൂലിക്കുന്നവർ ഈ നിയമം ജീവന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന നിയമമെന്നും ഗർഭിണികൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും പറയുമ്പോൾ, എതിർക്കുന്നവർ ഈ നിയമം ഭാവിയിൽ ഗർഭഛിദ്രം നിരോധിക്കേണ്ടതിലേക്കോ നയിച്ചേക്കാമെന്നും ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും അഭിപ്രായപ്പെടുന്നു. എന്നാൽ നിലവിൽ ഗർഭഛിദ്രത്തിനുള്ള അവകാശത്തെ ഈ നിയമം നേരിട്ട് ബാധിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.